അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉപദേശം. ബഹുമാനപ്പെട്ടവർ പറയാണ്, നീ നിസ്കരിക്കുകയാണെങ്കിൽ നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിക്കണം. നിസ്കാര സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ അനാവശ്യപരമായിട്ടുള്ള ചിന്തകൾ കടന്നുകൂടാതെ പരിപൂർണമായും അള്ളാഹുവിനക്ക് കീഴ്പ്പെട്ടുകൊണ്ടുള്ള നിസ്കാരം, ആ നിസ്കാരമാണ് പരിപൂർണതയുള്ള നിസ്കാരം. അപ്പോൾ അതുപോലെയുള്ള നിസ്കാരം നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. രണ്ടാമത് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ പറയാണ്, നീ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ചെന്നാൽ, അത് ജ്യേഷ്ഠൻ്റെ വീടാണെങ്കിലും അനിയൻ്റെ വീടാണെങ്കിലും അയൽവാസിയുടെ വീടാണെങ്കിലും മൂത്താപ്പാൻ്റെ വീടാണെങ്കിലും മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പോയാൽ നിന്റെ കണ്ണിനെ നീ സൂക്ഷിക്കണം. കാരണം ആ വീട്ടിൽ അന്യ സ്ത്രീകളുണ്ടാകും, അന്യ പുരുഷന്മാരുണ്ടാകും. നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മക്കളുടെ, ആൺമക്കളുടെ ആവട്ടെ പെൺമക്കളുടെ ആവട്ടെ, അവരുടെ സുഹൃത്തുക്കളെല്ലാവരും കൂടെ വന്നിട്ട് നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലാണ് അവരൊക്കെ കൂടിയിരിക്കുന്നത്. അവർക്ക് ഹറാമ് പ്രശ്നമല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആത്മീയ വിജയത്തിന് നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പോയാലും നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിലും നമ്മുടെ കണ്ണിനെ നമ്മൾ സൂക്ഷിക്കുക. ബഹുമാനപ്പെട്ടവർ പറയാണ്. മൂന്നാമതായി ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ പറയുന്നു, നീ ജനങ്ങളുടെ ഇടയിലാണെങ്കിൽ, ജനങ്ങളുടെ ഇടയിൽ നീ ഇരിക്കുകയാണെങ്കിൽ, അങ്ങാടിയിൽ നിൽക്കുകയാണെങ്കിൽ നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം. കാരണം 4 ആൾ കൂടിയാൽ ഹറാമായ ഈബത്ത്, നമീമത്ത്, കളവ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കുക. നാവ് കൊണ്ട് പരമാവധി ദിക്ർ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കാര്യങ്ങൾ നാവ് കൊണ്ട് സംസാരിക്കുക. മഹാന്മാരായ ഉലമാവിനെ ചീത്ത പറയാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, നീ ഭക്ഷണത്തളികയുടെ അടുത്തിരിക്കുക. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, ഇവിടെ ഇരുന്നാൽ ആ തലക്ക് ഉള്ളത് കൈയിട്ട് മാറുന്നൊരു സ്വഭാവം. അങ്ങനെയുള്ള സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. ഇവിടെ ഇരിക്കുന്ന ആള് അപ്പുറത്തുള്ളത് അദ്ദേഹം എടുത്തു തന്നാൽ കഴിക്കുക എന്നല്ലാതെ നമ്മുടെ മുമ്പിലില്ലാത്തത്, ദൂരെയുള്ളത്, നമ്മുടെ കൈ എത്താത്തത് അതിലേക്ക് നമ്മൾ കൈയിട്ട് വാരുന്നൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പം ഭക്ഷണത്തളികയുടെ അടുത്തിരിക്കുമ്പോൾ നമ്മുടെ കയ്യിനെ, നമ്മുടെ ശരീരത്തെ നാം നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, 2 കാര്യം എല്ലാ സമയത്തും ഓർത്തിരിക്കണം. 2 കാര്യം നീ മറന്നിരിക്കണം. ഓർക്കേണ്ടതായിട്ടുള്ള 2 കാര്യങ്ങൾ അല്ലാഹ് എന്നുള്ളതാണ്. ഒന്ന് മരണത്തെക്കുറിച്ചാണ്. ഈ 2 കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ സമയത്തും ഓർമ്മയുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഒരിക്കലും തെറ്റ് ചെയ്യാൻ പോകൂല. മറന്ന് ഇരിക്കേണ്ട 2 കാര്യങ്ങൾ, നീ മറ്റുള്ളവർക്ക് ഒരുപാട് നന്മകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, സാന്ത്വന പ്രവർത്തനം ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നീ മറക്കുക. കാരണം നമ്മൾ ചെയ്തു കൊടുത്തത് നമുക്ക് എടുത്ത് പറയാനൊന്നുമില്ല. കാരണം അള്ളാഹ് കബൂലാക്കിയിട്ടുണ്ടോ ഇല്ലൊന്നും നമുക്കറിയൂല. അതൊക്കെ നമ്മൾ മറന്നു കളയുക. അള്ളാഹു സവാബ് തരും എന്ന ധാരണയിൽ, അള്ളാഹു കബൂലാക്കുമെന്ന ധാരണയിൽ നമ്മൾ അവർക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് മറന്നു കളയാം. നേരെ മറിച്ച് അവരിങ്ങോട്ടൊരു ഉപകാരം ചെയ്താലോ അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഇനി മറക്കേണ്ട അടുത്ത കാര്യം ഏതാണ്? മറ്റുള്ള ആളുകൾ നമ്മോടൊരു തെറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ സുഹൃത്തൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തത് നമ്മൾ മറക്കുക. നമ്മൾ എപ്പോഴും മനസ്സുകൊണ്ട് നടന്ന് നമ്മുടെ മനസ്സിനെ ടെൻഷനാക്കി ആരോഗ്യം നശിപ്പിച്ച് അവരോടുള്ള പക മനസ്സിൽ മൂത്ത് വെച്ച് അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അതൊക്കെ നമ്മൾ മറക്കുക. ഇതൊക്കെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.